ചിന്താ വിഷയം: ദൈവം തന്നിരിക്കുന്ന കഴിവുകളിൽ നാം അഹങ്കരിക്കരുത്. ഓർക്കുക, എല്ലാം അവിടുത്തെ ദാനമാണ്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കത്ത് കിട്ടിയിരുന്നു. മദർ കാത്തിരിക്കാണ്. ഓർക്കുന്നുണ്ടോ ഞാൻ മദറുമായി വീട്ടിൽ വന്നത്? ഓർമ്മയുണ്ട് സിസ്റ്റർ. വേണ്ട സിസ്റ്റർ, ഞാൻ എടുത്തോളാം. അതൊന്നും സാരമില്ല. നിങ്ങൾ ഇന്ന് ഇവിടുത്തെ അതിഥികളല്ലേ, വരൂ. കുഞ്ഞെ, പെട്ടി മോള് പിടിച്ചോളൂ. അത് സാരല്ല പച്ച. ഒരു ദിവസം ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നാ ഞങ്ങളുടെ നിയമം. ദാ ഇന്നത്തെ എന്റെ പണി കഴിഞ്ഞു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കന്യാസ്ത്രീമാരെന്താ ഒന്നും മിണ്ടാതെ പോയത്? വൈകുന്നേരം 6 മണി വരെ മിണ്ടടക്കവാ, മൗനം. വാ, അകത്തേക്ക് വരൂ. സഭയുടെ പഠനങ്ങൾക്കും സഭാധികാരികളുടെ നിർദ്ദേശങ്ങൾക്കും വിധേയപ്പെടുന്നതാണ് വിശുദ്ധിയുടെ ലക്ഷണം. അപൂർവം ചില വ്യക്തികൾക്ക് ദൈവം ചില വരങ്ങൾ ദാനമായി നൽകുമ്പോൾ അവർ സഭയെ തള്ളിപ്പറയാറുണ്ട്, സഭാ അധികാരികളെ ധിക്കരിക്കാറുമുണ്ട്. കളിമണ്ണ് കുശവനെതിരെ തിരിയുന്നത് പോലെ അപകടകരമാണത്. മക്കൾ വളർന്ന് വലിയ നിലയിലെത്തുമ്പോ അമ്മയ്ക്ക് സൗന്ദര്യമില്ലെന്ന് പറയുന്നത് പോലെ മൂല്യരഹിതമായ അഭിപ്രായമാണത്. അമ്മയുടെ ജീവന്റെയും രക്തത്തിന്റെയും ഭാഗമായ മക്കൾ അമ്മയെ എതിർക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. ഇവിടെയൊക്കെയാണ് വിശുദ്ധിയുടെ പാതയിൽ ചരിച്ചവർ നമുക്ക് മാതൃക നൽകുന്നത്. ഇവളെ ഞാൻ മദറിനെ ഏൽപ്പിക്കുന്നു. എന്റെ ചങ്ക പറിച്ചിരുന്നത്. സന്തോഷിക്കൂ അന്തോനി, സന്തോഷിക്കൂ. ഇവൾ തിരുസഭയുടെ ചങ്കായി മാറും. അനേകർക്ക് തമ്പുരാന്റെ തണലേകും. യേശുവിന്റെ മണവാട്ടിയാണിവൾ. സന്തോഷമായിട്ട് പോയിക്കോളൂ. സിസ്റ്റർ, കാപ്പി കൊടുത്ത് വിശ്രമിപ്പിച്ചിട്ടേ അന്തോനിയെ വിടാവൂ. ശരി മദർ. വേണ്ട, വണ്ടി വിട്. കേരള കർമ്മലീത്ത സന്യാസിനി സഭയുടെ ജന്മസ്ഥലമാണ് കൂനമാവ്. ആലുവയിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി വടക്കൻ പറവൂരിനും പുത്തൻ പള്ളിക്കും ഇടയ്ക്ക് കിടക്കുന്ന സുന്ദര ഗ്രാമമാണ് കൂനമാവ്. തിരുവിതാംകൂർ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന ഈ പ്രദേശം 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം വരെ തികച്ചും അവികസിതമായിരുന്നു. അവിടെയാണ് കേരളത്തിലെ
ഏകദേശീയ സന്യാസിനി സമൂഹം രൂപപ്പെടുന്നതിന് ദൈവം തിരുമനസ്സായത്. 1861 സുറിയാനിക്കാരുടെ വികാരി ജനറലായി നിയമിതനായ ചാവറയച്ചൻ മെത്രാപ്പൊലീത്തായുടെ നിർദ്ദേശപ്രകാരം ഭരണ സൗകര്യത്തിനായി 1864 കൂനമ്മാവ് ആശ്രമത്തിൽ വന്ന് താമസമാക്കി. 1859 ഡിസംബർ മാസത്തിൽ മിഷൻ വേലയ്ക്കായി കടൽ താണ്ടിയെത്തിയ കർമ്മലീത്ത സന്യാസിയാണ് ഫാദർ ലെയോപോൾ ദ ബക്കാറോ. അദ്ദേഹത്തിന്റെ വരവ് തികച്ചും ദൈവപരിപാലനയുടെ ഒരു നിദർശനമായി ചാവറയച്ചൻ കണ്ടു. സുറിയാനി കർമ്മലീത്ത സന്യാസികളുടെ പരിശീലന കേന്ദ്രമായിരുന്നു അന്ന് കൂനമ്മാവ് ആശ്രമം. കൂനമ്മാവിലെ ഈ കർമ്മലീത്ത മഠത്തിലാണ് റോസ എന്ന എവുപ്രാസ്യമ്മ 10 വർഷം പരിശീലനം നേടിയത്. നമ്മളിപ്പോൾ ഉല്ലാസമുറിയിലോട്ടാണ് പോകുന്നത്. ഉല്ലാസമുറിയോ? എല്ലാ ദിവസവും 1 മണിക്കൂർ ഉല്ലാസ സമയമാണ്. ആ സമയം നമുക്ക് സംസാരിക്കാം, തമാശ പറയാം, അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. എന്ത് രസമാണെന്നോ. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു അർത്ഥിനി കൂടി വന്നിരിക്കുന്നു. റോസ എലുവത്തിങ്കൽ. ഇരിക്കൂ റോസേ. റോസയുടെ പേര് പോലെ തന്നെ നിറവുമുണ്ടല്ലോ. റോസയുടെ വീട് എവിടെയാ? കാട്ടൂർ എടുത്തിരുത്തിയില്ല. ആരൊക്കെയുണ്ട് വീട്ടിലെ? അമ്മാമ്മ, അപ്പൻ, അമ്മ, 3 സഹോദരന്മാര്. ദേ പിന്നൊരാളും കൂടിയുണ്ട്. പിന്നെ ആരുമില്ല. ഉണ്ട്. ആരാ? ആരാ? ഒരാന. സത്യമാ, ഞാനും മധുറും കൂടെ റോസയുടെ വീട്ടിൽ ചെന്നപ്പോ കണ്ടതാ. റോസ ആനപ്പുറത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല. അതെന്താ കയറാഞ്ഞേ? എനിക്ക് നാണമാ. നാണിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ വീട്, നമ്മുടെ ആന. ഒരേണി വെച്ചങ്ങോട്ട് കേറണം. ഞാൻ ഏതായാലും റോസയുടെ വീട്ടിൽ ചെന്നപ്പോ ആന പുറത്ത് കയറി. സത്യമാണ്. ഞാൻ മുറ്റത്തോട്ട് കയറി ചെന്നപ്പോ കാൽപാദത്തിനടിയിൽ ഒരു അനക്കം. ഞാൻ കാല് വലിച്ചു നോക്കിയപ്പോ ഒരു കുഴിയാന. ഞാൻ ആന പുറത്തല്ല കയറിയത്. റോസ എന്നെ അറിയോ? കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. എലവത്തിങ്കൽ അന്തോണിച്ചേട്ടന്റെ മോളല്ലേ? അതെ. മോളുടെ കൂടെ വേദപാഠം പഠിച്ച ഗ്രേസിയുടെ ചേച്ചിയാ ഞാൻ. ആ, ഗ്രേസി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ദേ അവരിപ്പൊ പരിചയക്കാരായി. ഉടൻ ബന്ധുക്കാരാവും. ഞാൻ പുറത്ത്. എന്റെ അനുജത്തി പറഞ്ഞിട്ടുണ്ട് റോസ നല്ല പാട്ടുകാരിയാണെന്ന്. ആഹാ, അത് ശരി. എലുവത്തിങ്കൽ അന്തോണിയുടെ മകൾ റോസ ഇപ്പോൾ തന്നെ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഞാൻ നന്നായിട്ടൊന്നും പാടില്ല. അറിയാവുന്ന പോലെ പാടിയാ മതി. വേഗം പാടിക്കേ. ഇവിടെ ഇരുന്ന് പാട്. ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹാസ്നേഹമേ, പൊന്നുമാറോടണച്ചിടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹാസ്നേഹമേ, പൊന്നുമാറോടണച്ചിടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ.
ക്രൂശിലെ സ്നേഹമേ എന്നെ വീണ്ടെടുത്ത മഹാസ്നേഹമേ പൊന്നുമാറോടണച്ചിടും സ്നേഹമേ എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നും ഞാൻ പിന്മാറി പോകാതിരിക്കുവാൻ സ്നേഹത്തിൻ ചങ്ങലയാൽ എന്നെ മാറോടണച്ചു യേശു രക്ഷകൻ കാൽവരി ക്രൂശിലെ സ്നേഹമേ എന്നെ വീണ്ടെടുത്ത മഹാസ്നേഹമേ പൊന്നുമാറോടണച്ചിടും സ്നേഹമേ എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ വരുന്നുണ്ട്. നിർത്തടാ, നിർത്തിക്കോ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഹൈ, 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 ഹൈ. ഓ, ഓ, ഓ. ഓടടാ. എല്ലാം വിട്ടോ, ഓടി രക്ഷപ്പെട്ടോ. അവരുടെ ഓട്ടം കണ്ടില്ലേ? ഇവിടെ ഒരു ബഹളം ഓ ലൂസിഫർ യജമാനൻ നീണ്ടാൽ വാഴട്ടെ. അറിഞ്ഞോടാ നീ? ഇല്ല യജമാനനെ. ദൈവം റോസയെ ഒരു വിശുദ്ധയാക്കാൻ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നാണക്കേട് നാണക്കേട്. ഡാർലിംഗ്, ഇത് വളരെ അപമാനകരം തന്നെ. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അതെ, നരകലോകത്തിന് തന്നെ അപമാനകരം. അവമാനകരം തന്നെ. ഇവള് നമുക്ക് മഠത്തിൽ നിന്ന് പുറത്തു ചാടിക്കണം. അതെ, ചാടിക്കണം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് തെറ്റായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. ഇവളൊരു കന്യാസ്ത്രീ ആവാൻ നമ്മൾ സമ്മതിക്കരുത്. സമ്മതിച്ചാൽ അവളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അനേകം മനുഷ്യർ ദൈവത്തെ അറിയും. അബ്സല്യൂട്ട്ലി റൈറ്റ് ഡാർലിംഗ്. മാനസാന്തരം വഴി അവരുടെ ആത്മാക്കൾ നഷ്ടപ്പെടുകയും ചെയ്യും. ശരിയാണ് ശരിയാണ്. നേതാവ് പറഞ്ഞത് എത്ര ശരിയാണ്. ഭൂമിയിലെ സമാധാനം ഇല്ലാതായാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഹാ! ഇവളെ എങ്ങനെ മഠത്തിൽ നിന്ന് ഓടിക്കാമെന്ന് പറയൂ. എനിക്കറിയില്ല. ഒരു ഐഡിയ ഉണ്ട് ഡാർലിംഗ്. പറയൂ. അവളെ രോഗിയാക്കണം. എന്നിട്ട് ഇഞ്ചിഞ്ചായി അവളെ കൊല്ലണം. അത് നല്ല ഐഡിയ. അവള് രോഗിയായി വീട്ടിലെത്തിയാൽ അവളുടെ അപ്പൻ ചികിത്സിച്ച് അസുഖം ഭേദപ്പെടുത്തി കല്യാണം കഴിപ്പിച്ച് വിട്ടുകൊള്ളും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ. അതോടെ ദൈവത്തിന് കൊടുത്ത വാഗ്ദാനം ലംഘിക്കപ്പെടും. ദൈവകോപം അവളുടെ മേൽ വരും. ഈ നിമിഷം നമുക്ക് പ്രവർത്തനം തുടങ്ങാം. ഇതാ തുടങ്ങിക്കഴിഞ്ഞു. അയ്യോ, കണ്ടില്ലേ? എനിക്ക് വയ്യ. എന്ത് പറ്റി? എന്ത് പറ്റി? അയ്യോ, എന്ത് പറ്റി റോസേ? സിസ്റ്ററെ, ഒന്ന് ഓടി വാ, വേഗം വാ. അയ്യോ, റോസ വീണല്ലോ. ഗോണിപ്പടിയുടെ മേലെന്താ വീണേ? പതുക്കെ പതുക്കെ പതുക്കെ. കാലിന് വല്ലോ പറ്റിയോ? എന്താ പറ്റിയേ? റോസയ്ക്ക് എന്ത് പറ്റി? മുകളിൽ നിന്ന് വീണതാ. പനിക്കുന്നുണ്ടോ? വേഗം കൊണ്ടുപോയി കിടത്താം. വേഗം ചെന്ന് മദറിനോട് വിവരം പറയാം. റോസെ, വിഷമിക്കണ്ട കേട്ടോ. കാല് തെറ്റിപ്പോയി കാണും, അതുകൊണ്ടാ വീണത്. അത് ഒന്ന് വേഗം വരണം. റോസ കോവണിപ്പിടിയുടെ താഴെ കുഴഞ്ഞു വീണു. എന്നിട്ട് നന്നായി പനിക്കുന്നു. ഈശോ, അമ്മേ, 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 അമ്മേ. റോസെ, വിഷമിക്കാതെ, മദർ ഇപ്പൊ വരും. അമ്മേ, ഈ കമ്പിളി കൊണ്ട് പുതപ്പിക്കാം. അമ്മേ.
വിഷമിക്കണ്ട കേട്ടോ. എന്താ എന്താ റോസിക്ക് സംഭവിച്ചത്? പനിയും ശക്തമായിട്ടുണ്ട്, നല്ല വിറയലും. നല്ല ചൂട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പനിക്ക് തുളസിയും ചുക്കൂട്ട് വെള്ളം തിളപ്പിച്ചു കൊടുക്കാം. ആ, വേഗം തയ്യാറാക്ക. വാ സിസ്റ്റർ. പേടിക്കണ്ട കേട്ടോ. ഒന്നുമില്ല, ഒന്നുമില്ല. മരുന്ന് കഴിക്കുമ്പോ മാറും. ഉറങ്ങിക്കോ സിസ്റ്റർ. മദർ. പനി കുറഞ്ഞില്ലെങ്കിൽ രാവിലെ തന്നെ വൈദ്യരെ കൊണ്ടുവരണം. ശരി മദർ. വിഷമിക്കണ്ട കേട്ടോ. റോസമോളെ മഠത്തിലാക്കിയിട്ട് മാസം 3 എനിക്ക് എന്റെ കുഞ്ഞിനൊന്ന് കാണണം. അവൾക്ക് അവിടെ സന്തോഷമായിരിക്കും. അവളുടെ ഇഷ്ടത്തിന് പോയതല്ലേ. ദുഃഖമായാലും അവൾ സഹിച്ചോളും. അങ്ങനൊന്നും പറയല്ലേ. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. മോള് ഗോവണിന് കാല് തെറ്റി താഴെ വീഴുന്നതായിട്ട്. ദുസ്വപ്നം അല്ലാതെന്താ? ആയിരിക്കും. ഞാൻ പിന്നെ ഒരു പോളെ കണ്ണടച്ചില്ല. ഒന്ന് പോയി അന്വേഷിക്ക്. ഈസ്റ്ററിന് ഇനി അധിക ദിവസമില്ലല്ലോ. അനുവാദം ചോദിച്ച് കൂട്ടിക്കൊണ്ടു പോര്. എന്തത്ര ആലോചിക്ക? ഇന്ന് ചൊവ്വ. ആ, ഞായറാഴ്ച പോകാം. ദേ, ഈ മരുന്ന് കഴിച്ചേ. അസുഖം വേഗം മാറും കേട്ടോ. കഞ്ഞി അതുപോലെ ഇരിപ്പുണ്ടല്ലോ. റോസ് ഒന്നും കഴിച്ചില്ലേ? വിശപ്പില്ല സിസ്റ്റർ. റോസയ്ക്ക് വീട്ടിൽ പോണോ? ആ, കരയാതെ. അതായിരിക്കും നല്ലത്. അപ്പനെയും അമ്മയും ആങ്ങളമാരെയും എല്ലാം കാണുമ്പോ അസുഖം മുഴുവൻ മാറും. ഞാൻ മദറിനോട് പറയാം. വേണ്ട സിസ്റ്റർ. ഞാൻ മരിക്കുന്നുവെങ്കിൽ ഇവിടെ കിടന്ന് മരിച്ചോളൂ. ആഴ്വാക്കൊന്നും പറയാതെ. ദേ, നല്ല അടി വെച്ച് തരും കേട്ടോ. എന്റെ സ്വഭാവം അറിയാലോ. ഒന്നുമില്ല, വേഗം മാറും. ഇപ്പോഴെങ്ങനെയുണ്ട് റോസയ്ക്ക്? വൈദ്യരുടെ മരുന്ന് കഴിച്ചിട്ടും പനിക്കും ശരീരവേദനയ്ക്കും ഒരു കുറവുമില്ല. ഇപ്പോൾ ദിവസം 5 അപ്പോഴെന്താ ചെയ്യുക? വീട്ടുകാരെ ഉടൻ വിവരം അറിയിച്ച് വീട്ടിലേക്ക് വിടുകയാണ് ഉചിതം. അതിനുള്ള ക്രമീകരണങ്ങൾ ഉടനെ ചെയ്യാം. മദർ, റോസയുടെ അപ്പൻ വന്നിരിക്കുന്നു. എന്റെ ഈശോയെ. റോസയെ വീട്ടിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. വലിയ ആഴ്ച വരികയല്ലേ. നല്ലത് നല്ലത്. അല്ലേലും വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞുവിടാൻ ഒരുങ്ങിയായിരുന്നു. എന്തു പറ്റി? പേടിക്കാനൊന്നുമില്ല. റോസയ്ക്ക് ചെറിയൊരു പനി. പനിയോ? വിഷമിക്കണ്ട വിഷമിക്കണ്ട. വീട്ടിൽ വെച്ചിങ്ങനെ പനിയും ശരീരവേദനയും ഉണ്ടാകുമായിരുന്നോ? പൊതുവെ കുറച്ച് ആരോഗ്യക്കുറവുണ്ട്. ഇടയ്ക്കിടെ അസുഖങ്ങൾ വരാറുണ്ട്. ആ, അത് തന്നെ കാര്യം. ആരോഗ്യം തീരെയില്ല. വൈദ്യര് വന്ന് മരുന്ന് കൊടുത്തു. വൈദ്യർക്കും അസുഖം എന്താണെന്ന് പിടികിട്ടുന്നില്ല. ആ, കൊച്ചു കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് എല്ലാരെയൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോ അസുഖമൊക്കെ അങ്ങ് മാറും. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷമവും കാണും. തുടക്കമല്ലേ? ആ, വിഷമിക്കണ്ട വിഷമിക്കണ്ട. അസുഖം മാറുമ്പോ ഇങ്ങോട്ട് കൊണ്ടൊന്ന് ആക്കിക്കോളൂ. എനിക്ക് മോളെ ഒന്ന് കാണണം. അതിനെന്താ, വരൂ വരൂ, അന്തോനി വന്നോളൂ. അമ്മമാരെ, ഞാൻ എന്ത് ബുദ്ധിമുട്ടും സന്തോഷപൂർവ്വം സഹിച്ചോളാം. എന്നെ ഒരു കാരണവശാലും വീട്ടിലേക്ക് പറഞ്ഞു വിടല്ലേ. മടത്തി ചേരുന്ന കുട്ടികൾക്ക് ആദ്യമൊക്കെ വീട്ടിൽ പോവാൻ സന്തോഷവാ. റോസ എന്താ ഇങ്ങനെ?
മറ്റൊന്നുമല്ല അമ്മേ. ഈ അവസ്ഥയിൽ ഞാൻ വീട്ടിൽ ചെന്ന പിന്നെ എന്റെ അപ്പൻ മഠത്തിലേക്ക് വിടില്ല. മദറിനോട് പറയണേ എന്റെ സങ്കടം. എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ റോസ ഇപ്പൊ ചെയ്യേണ്ടത് മേലധികാരികൾ പറയുന്നത് അനുസരിക്കുക. ഈ അനുസരണമാണ് ഈശോയ്ക്ക് ഇഷ്ടം. മനസ്സിലാവുന്നുണ്ടോ റോസയ്ക്ക് പറയുന്നത്? റോസ, അന്തോനി, വരൂ വരൂ. നോക്കൂ, ആരാ വന്നിരിക്കുന്നത്? അപ്പനെ അറിയിക്കാൻ തീരുമാനിച്ചപ്പോ ദേ അപ്പം വന്നു കഴിഞ്ഞു. മോളെ, ശ്ശോ. നല്ല പനിയാണല്ലോ. അപ്പം കാളവണ്ടിയിലാ വന്നത്. ഉടൻ നമുക്ക് വീട്ടിലേക്ക് പോകാം. ആ മദർ, ഞാനിവളെ കൊണ്ടുപോവുകയാണ്. നല്ല വൈദ്യന്മാർ നാട്ടിലുണ്ട്. വളരെ നല്ലത്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളാം. മോളെ, റോസ, വേഗം ഒരുങ്ങിക്കൊള്ളൂ. ആ അപ്പൻ പുറത്ത് കാത്തു നിൽക്കാം. വീട്ടിൽ ചെല്ലുമ്പോ അസുഖം എല്ലാം മാറിക്കോളും. പേടിക്കണ്ട. ആ, ആ, ആ. പതുക്കെ പതുക്കെ എണീപ്പി. എല്ലാരും ഒന്ന് പിടിച്ചു. കാല് പതുക്കെ താഴ്ത്തി. പതുക്കെ. മോളെ, ഇങ്ങനെ വിഷമിക്കാതെ. ആ, ഒന്ന് പിടിച്ച സിസ്റ്റർ. ആ കാലൊന്ന് താഴ്ത്തി സൂക്ഷിച്ച്. ആ, പതുക്കെ പതുക്കെ. ആ, പതുക്കെ. കുട്ടിയെ സൂക്ഷിച്ച് കയറ്റണേ. പിടിച്ച് കയറണേ. ആ, സൂക്ഷിച്ച്. ആ, പിടിച്ചോ പിടിച്ചോ. ആ, സൂക്ഷിക്കേ. പതുക്കെ. ആ, ആ. വീട്ടിൽ പോയി അസുഖം മാറി വേഗം വാ. ആ ഗോവിന്ദ, ആ, ഓ, ഓ. എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നെന്ന്? വണ്ടി നിർത്ത്. എന്താ നിന്റെ പ്രശ്നം? വീട്ടിൽ ചെന്നാ ഉടൻ വൈദ്യരെ വിളിപ്പിക്കാം. അപ്പ അസുഖം മാറിയാൽ എന്നെ തിരിച്ചു മടത്തി കൊണ്ടു ചെന്നാക്കോ? ആക്കില്ലേ അപ്പ? ഇല്ല. ഇനി ആരുടെയും കരച്ചിൽ എനിക്ക് കേൾക്കണ്ട. എങ്ങനെ മിടുക്കിയായിരുന്ന കുഞ്ഞാ നീ. എന്താ ഇപ്പൊ നിന്റെ കോലം? എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യല്ലോ നിനക്ക്. അവരെന്നെ പൊന്നു പോലെ നോക്കി. അസുഖം വന്നിട്ട്
സമാധാനല്ലേ അപ്പ? വീട്ടിൽ ചെന്ന് തീരുമാനിക്കാം ഇനി കാര്യങ്ങള്. എനിക്ക് വേണ്ടത് നിന്നെയാ, നിന്നെ മാത്രം. എന്റെ കൊച്ചു തെറസിയായോ പോയി. അപ്പന് പെൺമക്കളായിട്ട് നീ അല്ലാതെ വേറെ ആരാ ഉള്ളത്? ഈ അപ്പൻ ഉള്ളുരുകിയാ ജീവിക്കുന്നെ, അറിയോ നിനക്ക്? അപ്പൻ എന്നെ വന്ന് എപ്പോഴും കാണാലോ. ഞാനും ഇടയ്ക്കിടയ്ക്ക് വരാം. വരില്ല നീ, വിടില്ല അവർ. സന്യാസിനി വീട്ടിലല്ല കഴിയേണ്ടത്. ഞാൻ മരിച്ചാ പോലും നിനക്ക് വരാൻ പറ്റില്ല. പോകാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഓ ലൂസിഫർ റഹ്മാന്റെ ബുദ്ധി അപാരം. ഞാൻ അഭിമാനിക്കുന്നു. ഓ സ്വീറ്റി, അവൾ വീട്ടിലേക്ക് പോകുന്ന പോക്ക് കണ്ടില്ലേ? അവൾ വീട്ടിൽ ചെന്ന് നിരങ്ങി നടക്കട്ടെ. അയ്യോ